Hi all, എല്ലാവർക്കും just a minute with ANUZ-ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണിത്. എന്നുവെച്ചാൽ ചെറുതായിരിക്കുമ്പോൾ അമ്മാമ്മ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇത് മറന്നുപോയി, പിന്നെ അധികം ഞാൻ ചെയ്യാറില്ല. കുറേ നാളായി ഈ റെസിപ്പി കഴിച്ചിട്ട്. അപ്പോഴാണ് കുക്സ് കോർണർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ മൻസൂർക്ക് ഇത് ഷെയർ ചെയ്ത് തന്നത്. ഷെയർ ചെയ്ത് അപ്പം തന്നെ ഇത് എനിക്ക് കഴിക്കണം എന്ന് തോന്നി. അപ്പം തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ അത്ര ടേസ്റ്റി ആയിട്ട് വന്നു. ഇത് നല്ല രസമുണ്ട്, നല്ല സ്വാദുണ്ട് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അത് നിങ്ങൾ ഹിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ കപ്പ അല്ലെങ്കിൽ ചീനി എടുത്തിരിക്കുന്നത്. ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരിടത്തരം മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ 3 അയില, ഒരു അത്യാവശ്യം വലുപ്പമുള്ള അയില വെച്ചാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാള വെച്ചും ചെയ്യാം. ചാളയോ മത്തിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മീനാണ് അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള 3 അയില വൃത്തിയാക്കി കഴുകിയിട്ട് വിനാഗിരി ഉപ്പ് ഇട്ട് വെച്ചതാണ്. ഇത് ഞാൻ 1 പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 4 ഉണക്കമുളക്. ഇത്രയും മതി നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. നമ്മളിവിടെ ദമ്മാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. പിന്നെന്ന് വെച്ചാൽ അതിന് ഒരു അടപ്പും ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് ദം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ചീനിക്ക് മുകളിൽ വെള്ളം നിൽക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. ഒരു 1/4 വേവ് ആവുന്നവരെ നമുക്കിത് തിളപ്പിക്കണം. നമ്മൾ ചീനി വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ചീനി വേവിക്കുമ്പോൾ 2 വെള്ളത്തിൽ വേവിക്കണം. ആദ്യം ഒന്ന് തിളച്ച് ആ വെള്ളം മാറ്റിയിട്ട് വീണ്ടും ഒരു വെള്ളത്തിലൂടെ വേവിക്കണം. ഇതിപ്പോൾ ആദ്യത്തെ വെള്ളമാണ്, തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ഹൈ ഫ്ലെയിം ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും ചീനി. അതുകൊണ്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ ആ വെള്ളം മാറ്റുക. എപ്പോഴും ചീനി 2 വെള്ളത്തിൽ വേവിക്കണം. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ രണ്ടാമത് വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ചു. ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തേങ്ങയും പച്ചമുളകും ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളകും തേങ്ങയാണിത്. ഞാൻ ആ മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മുഴുവൻ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് അരയണ്ട, ഒന്ന് ചതച്ചെടുക്കുക. ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഞാൻ. ഇതാ ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ നമ്മളിത്. നമുക്ക് നമ്മുടെ ചീനി എന്ത് പരുവായെന്ന് നോക്കാം. നമ്മുടെ ചീനി ഇത് 1/4 വേവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത്രയും വെള്ളം ആവശ്യമില്ല. കുറച്ച് വെള്ളം ഇങ്ങ് കോരി മാറ്റണം. അടിയിൽ ഒരുപാട് വെള്ളം കിടക്കണ്ട, ഒരു കുറച്ച് വെള്ളം കിടന്നാൽ മതി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ, അപ്പോൾ അതിൽ നിന്ന് ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച മാങ്ങയില്ലേ അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങ, അതിൻ്റെയും പകുതി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ മീൻ വയ്ക്കണം. ഇനി വീണ്ടും നമ്മൾ നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ചതച്ച തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യമുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ
മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ലേശം വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, വേറെ ഓയിലൊന്നും ഒഴിക്കരുത്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. നന്നായിട്ടിത് വെന്ത് കിട്ടണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം ഇതിങ്ങനെ കിടക്കണം. അപ്പോൾ നമ്മുടെ അടപ്പ് അത്യാവശ്യം ടൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റൊക്കെ കൊടുക്കുക. ഇതിപ്പോൾ കുഴപ്പമില്ല, എൻ്റെ അടപ്പിന് അത്യാവശ്യം ടൈറ്റാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വെയിറ്റുള്ള എന്തെങ്കിലും സാധനം മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ദം ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഒരു 15 മിനിറ്റോളം. നല്ല മണം വരുന്നുണ്ട്, കൊതിയും വരുന്നുണ്ട്. നമ്മുടെ അയിലേക്ക് നന്നായിട്ട് വെന്തു. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ അയില എടുക്കണം. ഈ അയില എടുത്തിട്ട് അതിൻ്റെ മുള്ളൊന്ന് കളയണം. നമുക്ക് മാങ്ങയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇതിൻ്റെ മുള്ളൊന്ന് മാറ്റണം. അപ്പം ഞാൻ നമ്മുടെ അയില മുള്ളെല്ലാം കളഞ്ഞെടുത്തു. നമുക്ക് വേണമെങ്കിൽ മത്തിയോ ചാളയോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. എന്തായാലും ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞിട്ട് മുള്ള് കളഞ്ഞെടുക്കണം എന്ന് മാത്രം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. ആദ്യം ഒന്ന് കടുക് പൊട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അരിയെല്ലാം അങ്ങ് പുറത്തു പോവും. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ ഇതെല്ലാം അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമ്മുടെ മീൻ തട്ടിയിട്ട് കൊടുക്കുകയാണ് ഞാൻ. വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് വെന്ത അയിലയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മുളക് പൊടിയൊക്കെ ഒന്ന് അതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മാത്രം മതി. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചീനിയിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിടുക, മീഡിയം അല്ല ചെറിയ ഫ്ലെയിമിലിടുക. എന്നിട്ട് നമ്മൾ നമ്മുടെ അതിലെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പുണ്ടോ നോക്കുക, കാരണം മാങ്ങ ഇട്ട് കാരണം പുളിപ്പ് കാരണം സാധാരണ ചീനി വേവിക്കുന്നതിലും കൂടുതൽ ഉപ്പിടേണ്ടി വരും. ഇനി നമുക്കിതൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ദം കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെൽ ബട്ടൺ കാണാം. ആ ബെൽ ബട്ടൺ നിങ്ങൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ പറ്റും. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ദാണ്ടേ നമ്മുടെ കപ്പ ബിരിയാണി. കപ്പ സാധാരണ ബിരിയാണി അല്ല, കപ്പ ദം ബിരിയാണിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വേറിട്ട രുചികളായി ഞാൻ ഇനിയും നിങ്ങളെ തേടിയെത്തും. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ താങ്ക് യു ആൾ ആൻഡ് താങ്ക് യു കുക്സ് കോർണർ.